വർദ്ധിച്ചിടുന്നേ. ആശ തന്നോടെന്നും എന്നെ വർദ്ധിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. ആശുതന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. പോകി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ. ഓർക്കുന്തോറും സ്നേഹമെന്നെ വർദ്ധിച്ചിടുന്നേ. പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ? യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ. യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ. കൈകളാൽ തീർക്കാത്ത നിത്യപാർപ്പിടം തന്നിൽ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. പദത്ര മോദമേ. യേശുവിന ജീവിക്കുന്നതെത്ര ഭാഗ്യവാനാ. യേശുവോടു ചേർന്നിരിപ്പ യേശുവിന ജീവിക്കുന്ന തലമുടി കൊണ്ട് അവന്റെ കാൽ തുറച്ചത്. അവളുടെ സഹോദരനായ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ച്, കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ സന്തോഷത്തെ എന്നും ഞാൻ കീർത്തിച്ചിടട്ടെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർന്ന നാൾ. കാത്തു പ്രാർത്ഥിക്കാരാഗീതാൻ ആർത്തു ഘോഷിക്കാരാഗീതാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർന്ന നാൾ. വൻക്രിയായ നടന്നു കർത്തനെ ഞാനവന്റെ താൻ വിളിച്ചു. ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർന്ന നാൾ. കാത്തു പ്രാർത്ഥിക്കാരാഗീതാൻ ആർത്തു ഘോഷിക്കാരാഗീതാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർന്ന നാൾ. സ്വസ്ഥമില്ലാത്തമാനമേ, കർത്തനിൽ നീ ആശ്വസിക്കാം. എനിക്കൊരു ശാശ്വതമല്ലനം സ്നേഹം നിറഞ്ഞു ചൊല്ലിടുന്നു. സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ, എന്റെ സങ്കേതമാകേണമേ.
നമുക്കിങ്ങു വീടുന്നു നാടെന്നു ചൊൽവാനെന്ത് കൈകളാൽ തീർക്കാത്ത വീടുന്നു താതൻ താൻ മീതെ നമുക്കായി വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്നെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും വഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ദുഃഖത്തിൻ്റെ കർത്താവിൻ്റെ കയ്യിൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടോ എൻ്റെ നാഥൻ ചെയ്യുകയില്ല. എന്നെ അവൻ അണിയിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അണിയിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തോ തരും ആത്മക്ലേശമതിഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു.
നിറം മാത്രം മതി. കൂടാരത്തിൽ മുടി പോലെ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തോ സുഖം തേജസ്സേറും കെരൂബുകൾ കൂടാരത്തിനകത്തുണ്ട്. ശക്തിനായും ഉണ്ടാവിടെ കൂടാരത്തിനകത്തുണ്ട്. ശക്തിനായും ഉണ്ടാവിടെ. ഭക്തന്മാരോ സഹോദരർ വിളക്കുപോലൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്. മേശമേലപ്പമുണ്ട്. പ്രാർത്ഥനയിൽ ധൂപമുണ്ട്. മേശമേലപ്പമുണ്ട്. പ്രാകാരത്തിലെന്റെ മുമ്പിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നും എന്റെ രക്ഷയാവൻ. യാഗപീഠമവനത്രേ എന്നും എന്റെ രക്ഷയാവൻ. ദിനംതോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം വെച്ചിട്ടുള്ള പിത്തള തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല. കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിന്റെ പാരമാർഗ്ഗം കർത്താവിന്റെ കയ്യിൽ തന്നാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. Psalms 84 verses 1 to 12. Psalms 84 verses 1 to 12. How lovely is your tabernacle, O Lord of hosts! My soul longs years, even faints. For the courts of the Lord, my heart and my flesh cry out for the living God. Even the sparrows has found a home, and the swallows a nest for herself, where she may lay her young. Even your altars, O Lord of hosts, my King and my God. Blessed are those who dwell in your house. They will still be praising you. Blessed is the man whose strength is in you, whose heart is set on pilgrimage. As they pass through the valley of Baca, they make it a spring. The rain also covers it with pools. They go from spring to spring. Every one of them appears before God in Zion. O Lord, God of hosts, hear my prayer. Give ear, O God of Jacob. O God, behold your sheep, and look upon the face of your anointed. For a day in your courts is better than 1,000. I would rather be a doorkeeper in your house in the house of my God than dwell in the tents of the wickedness. For the Lord God is a sun and a shield. The Lord will give grace and glory. No good thing will he withheld from those who walk uprightly. O Lord of hosts, blessed is the man who trusts in you. Amen.
അൻപെன்றும் യേശുനാഥാ സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്കും ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, എഴുത്തും അതിരത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പരിവർത്തിക്കും എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുധനെ എന്നു ഞാൻ ചേർന്നിടുമോ മൂർത്തിരാജ നിർമ്മിതമാ ഉള്ള 12 ഗോപുര
സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ കഷ്ടതയില്ല നാളെ ദൈവഭക്തരിൽ വിശ്രമമേ പുകഴ്ന്നെഴുകും പുത്തനെരുശലേമേ തിരുമാർവിൽ എന്നോ ഞാൻ ചാരിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമേ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ ശുദ്ധവും ശുഭ്രവുമുള്ള ജീവജലനദിയിൽ ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ കർത്തൃസിംഹാസനത്തിൽ ചുറ്റും വീണകൾ മീട്ടിടും ആക്കിടുമെന്നെയെന്നോ വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലതിനൊട്ടും വാക്കുണ്ടെനിക്കു തന്നെ നീക്കമില്ലതിനൊട്ടും യേശുവെന്നടിസ്ഥാനം ആശയാവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും. കൃത്യമായിട്ട് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ നമുക്ക് ശുശ്രൂഷയ്ക്ക് ശേഷം കാണാവുന്നതാണ്, സമയമുണ്ടായിരിക്കുന്നതാണ്. ഭവനത്തിലെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ പരീക്ഷിക്കാതെ ഞങ്ങളെ ദുഷ്ടനിരക്ഷണമേ.
മരണത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിന് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്നദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്ധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, ഈ ആയുസിന്റെ നിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും വരുവാനിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച ഭാഗ്യമുള്ള അവസാനത്തിന് സമാധാനമുള്ള പുറപ്പാടും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ, നിങ്ങൾ എല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്നാൽ മനുഷ്യരുടെ സ്വരൂപത്തിൽ നടക്കുന്നു. അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു. ആർക്കായി അവയെ ശേഖരിക്കുന്നുവെന്ന് അവൻ അറിയുന്നില്ല. എന്തായാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്ത് നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവൻ എന്നും അരുളി ചെയ്തു. മനുഷ്യൻ പുകയ്ക്ക് സദൃശ്യമാകുന്നു. അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്നാൽ അവൻ നമ്മുടെ മനസ്സിലിനെ അറിയുന്നു. നാം മണ്ണാകുന്നുവെന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്നാൽ കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിന് ശബ്ദം അറിയപ്പെടുന്നതുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കുകയില്ല. മൺമയനായ ആദാമിൻ മക്കൾക്കു പുനരുത്ഥാനം ജീവനുള്ള നിന്മരണത്തെ ഞങ്ങൾ വന്ദിച്ചിടുന്നു. നിന്റെ പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ഓരോ പ്രവൃത്തിക്കൊത്തതുപോൽ പകരം നൽകും മഷിഹായേ. കുറ്റങ്ങളുടെ നീ മായിച്ച് അന്യായങ്ങളെ കഴുകണമേ. നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാമസിഹായേ. ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നീറുമേ. ഋത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേണം. കരുണയുള്ളവനും കൃപയുള്ളവനുമായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്ക് നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകലർക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല ശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പുള്ളവരായി തീരുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ തിരുസന്നിധിയിലുള്ള കുറ്റം മറ്റ നിലയ്ക്ക് നിന്റെ രാജ്യത്തെ നിത്യസന്തോഷത്തിനും ഞങ്ങളെ യോഗ്യരായി തീരുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. നാം എല്ലാവരും
എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രം ദേശം പുകഴ്ചയും മാഞ്ഞുപോകാത്ത എല്ലാ മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരായി തീരണമേ. സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മനുഷ്യരുടെ പ്രത്യാശയും പൊടിയിൽ നിത്യ പ്രാപിക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനം അതിനും യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമായ കർത്താവേ, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി. നീ മനുഷ്യനെ സൃഷ്ടിച്ചു. രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി. നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലംഘനത്തിൽ ഏർപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരും എന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കർണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവ്വലോകത്തിന്റെ പരമവൈദ്യനായ നിന്റെ പുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ പിതാവിന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യാവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്തുകൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവയാകുന്നുവെന്നും ഇരുഭാക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദീസ ഏറ്റവനും ദൈവികമായ ശുശ്രൂഷകളെ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രയിച്ചവനുമായ ഈ ദാസൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് ഈ ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധമാട് കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ പിതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും അഭാഗ്യരവും മഹത്വരമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ ദാസന്റെ മരണത്തെയും വേർപാടിനെ കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഈ ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവിടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലങ്കൈ കൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയെങ്കിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവർ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിന്റെ സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവ്, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാട് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ ഒത്തിനും പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാണമേ. ആരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനും തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന തന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കയില്ലെന്നും അരുളി ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസീദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധ തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിൽ അനുഭവക്കാരായി തീരത്തക്കവണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായിത്തീരുകയും ചെയ്യണമേ. ആമേൻ. എന്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെ ആയിരിക്കുമെന്നും ഓർത്തുകൊള്ളുവേൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു. ദിവസത്തോളം ഇതോർത്തുകൊണ്ട് ഭാഗ്യവാനാകുന്നു. ഓ മരിച്ചവരെ, പുനർജീവൻ അടുത്തല്ലോ. ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കത്തപ്പോൾ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമേ സുതരേ, നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്ന് പ്രസംഗിക്കുന്നവനും അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൻ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല സൃഷ്ടിയിലും അരിഷ്ടന്മാരത്രേ. പ്രിയലായിസോൻ പാസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, ഈ പ്രഭാസമയത്തിൽ തിരുമുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല ഭാഗ്യത്തെ ദൈവത്തെ സ്തുതിക്കുന്ന വിശാല പ്രിയ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരുമിച്ച് ദിവസങ്ങളിലായിരിക്കുന്ന കർത്താവെ, തൻ്റെ യാത്രയെ കർത്താവ് കൊടുക്കുവാൻ വേണ്ടി ദിവസങ്ങളിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്ന ഭവനത്തിലുള്ള സൂക്ഷികളൊക്കെയും ഭംഗിയായി ചെയ്യുവാൻ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, തുടർന്നുള്ള സൂക്ഷികളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദേവാലയത്തിൽ വെച്ചും സെമിത്തേരിൽ വെച്ചുള്ള എല്ലാ സൂക്ഷികളെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യാത്രയെല്ലാം ദൈവം പരിപാലിക്കുന്ന വിശേഷാല ദുഃഖത്തിലായിരിക്കുന്ന കർത്താവ് പ്രിയ മാതാവിനെയും മക്കളെയും മരുമക്കളെയും എല്ലാവരെയും കർത്താവിടുന്ന് ആശ്വസിപ്പിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് നേരുവാൻ ഓരോരുത്തരും അവിടുന്ന് സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥന സൂക്ഷിക്കുകയും ചെയ്യുവാൻ. കർത്താവെ, ഹല്യാച്ചനെ അവിടുന്ന് ബലപ്പെടുത്തി, കർത്താവ് സൃഷ്ടിക്കുകയും അവിടുന്ന് ബലപ്പെടുത്തിനായി സ്തോത്രം. ഇവിടെ തലവണക്കിരിക്കുന്ന എല്ലാവരെയും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സൂക്ഷികളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കാര്യവും ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനയാതിനെ കേട്ടതിനായി സ്തോത്രം. യേശു ധന്യമുള്ള നാമത്തിൽ തന്നെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ക്ഷമിക്കുന്നത് പോലെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിരീക്ഷണമേ. എന്നുള്ള രാജ്യവും ശക്തിയും മഹത്വവും
കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തെയും തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറിച്ച സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇനി ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് കാണാവുന്നതാണ്. അതിനുശേഷം പ്രിയപ്പെട്ടവർക്ക് പ്രിയ അപ്പത്തിന് ചുംബനം കൊടുക്കാവുന്നതാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ? വെളിയിലാരും കാണാനുണ്ടോ? കാണാനുള്ളവർ വരുന്നുണ്ട്. ആൾക്കാർ കാണാതെ സുഖമുണ്ട്. മക്കൾ
കൊച്ചുമക്കൾ കണ്ടു കഴിഞ്ഞാൽ നീ എന്തുകൊണ്ടോ ആശിഷ് ഉണ്ട്, ആശിഷ്. ആശിഷ് നീ ആരുമില്ലല്ലോ. കണ്ടു കഴിഞ്ഞിരുന്ന വെള്ളോട്ട് തന്നെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങനെ സമർപ്പിക്കും.
സഹോദരങ്ങളെ അയക്കുന്ന പ്രിയ പ്രിയ മക്കൾ കണ്ണൂരിന്റെ ജീവിതത്തിന്റെ നിഷേധം കാണാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഒന്ന് കാണാം. ശുശ്രൂഷ തുടങ്ങിയതിന് ശേഷം ഇടവകയുടെ അനുശോചനം അറിയിക്കുന്നതിനായിട്ട് ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എം സൂര്യനെ ക്ഷണിച്ചു. നിയോഗിക്കപ്പെടുകയും ഈ സൗദാനന്മാരിൽ പല സ്ഥലങ്ങളിലായിട്ട്
ഒരു കോമ്രേഡായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് പലർക്കും അറിയാനായിട്ട് സാധിക്കില്ല. മിസ്റ്റർ പി കെ പ്രസാദ് എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തകൻ ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇവിടെ നേതൃത്വത്തിൽ കൂട്ടായ്മയിലും വളരെ നാൾ ഒരു കോമ്രേഡായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഈ സിറ്റി വർക്കിംഗ് സർക്കിൾ പള്ളിയിൽ ആയിരിക്കുന്നത് നമ്മുടെ ഓർമ്മ പഠനങ്ങളിലേക്ക് നീങ്ങി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുർബാന നടക്കുന്ന സമയത്ത് ഒരു മിഡ്വേ ആകുന്ന സമയത്ത് കൈയൊക്കെ കെട്ടി നല്ല ഒരു ആരോഗ്യത്തോടെ കടന്നു വരുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എൻ്റെ ചിന്താവുന്നത്. അല്ലാതെ വേറെ ഒരു മുതിർന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു രാജു മോട്ടോർ ബൈക്കിൽ കാര്യഘട്ടത്തിൽ നിന്ന് യാത്രയായി വരുന്നത്. അതൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞുള്ള കാലങ്ങളിലെ ഓർമ്മകളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നല്ല ആരോഗ്യങ്ങളായിട്ട് വളരെ ചുറുചുറുക്കോടുകൂടി ജീവിച്ച ഒരു വ്യക്തിത്വമാകുന്നു സിറ്റി വർക്കിംഗ് സർക്കിൾ എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു 2000 മുമ്പാകുന്നു വൃത്തിക ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ആദ്യ വിവരമാണ് ഞങ്ങളോട് പോയി സംസാരിക്കുകയും ചെയ്തു. എന്നാൽ എനിക്ക് കൈയെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു നല്ല ജീവനോടെയാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് സംസാരിക്കുകയും ചെയ്തത്. അങ്ങനെ അന്ന് വരെയും നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുകയും എല്ലാവരും ഇടപെടുകയും നല്ല ജീവിതത്തിന്റെ ഉടമയായിട്ട് ജീവിക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ വെട്ടിച്ചെട്ടില് 3 ആണുങ്ങളും ഒരു പെണ്ണും തലമുറ കാണാനുള്ള ഭാഗ്യം 86 സംവത്സരക്കാലം ജീവിക്കാൻ ഇടയായിട്ടും നല്ലൊരു ജീവിതം നയിക്കുകയും തലമുറകളെ കാണുകയും അനുഗ്രഹിക്കപ്പെടുകയും സംഘടനകളിൽ പറയുന്നത് പോലെ ഞാൻ നിനക്ക് ദീർഘായുസ്സുകൊണ്ട് സംതൃപ്തി നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുവാൻ സാധിച്ചതായിട്ടുള്ള ഒരു ജീവിത അനുഭവമാകുന്നു ഈ വ്യക്തിത്വത്തിന് ഉള്ളത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ നല്ലൊരു ജീവിതം ജീവിക്കുകയും ഫലവത്തായിട്ടുള്ള ജീവിതം നയിക്കുകയും ഈ ഇടവകയോട് നല്ല സ്നേഹം പ്രദർശിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളിലും കൂട്ടായ്മ ആചരിക്കുകയും ചെയ്തു ജീവിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയാകുന്നു ഇന്ന് നാം വിയോഗത്തിലൂടെ കൂടി യാത്രക്കാരനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു. ഈ ഇടവകയിൽ നാട്ടിലുള്ള എല്ലാ അനുശോചനങ്ങളും അറിയിക്കുകയാണ് ചെയ്തത്. അതുപോലെ ഈ അംഗങ്ങളുടെ ആത്മാവിന് നല്ല ശാന്തി സമാധാനം കണ്ടെത്തട്ടെ, ദൈവസന്നിധിയിൽ ചേരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എന്റെ വ്യക്തിപരമായിട്ടുള്ള ലോകത്തിൽ ഇവരെല്ലാം നേർന്നുകൊണ്ട് ഞാൻ നിർവാഹം എല്ലാവരെയും നന്നായി അറിയാവുന്ന എല്ലാ
ഈ ഇദ്ദേഹത്തിൻ്റെ അയ്യോ സമൂഹത്തിന് ഇടവകയിൽ വളരെ തീരാനഷ്ടവും പ്രധാനപ്പെട്ട വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ച് നാളുകളിലും വർഗീയ നഗരപ്രവർത്തകനായിരുന്നു അദ്ദേഹം. ഒപ്പം വലിയ പ്രേരണ വലിയ ഇടവക വളരെ നല്ല കാലം വളരെ നിരവധിയായ ഒരു വലിയ വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളും തൻ്റേതായ ഒരു ആശയമുണ്ട്. ഒരു പ്രത്യേക പോളിസിയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അറിയാത്ത വിഷയങ്ങളിൽ ഒരിക്കലും അദ്ദേഹം ഇടപെടാറില്ല. ഒരു നല്ല വാഗ്മി, ഒരു നല്ല വായനക്കാരനുമായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫിൻ്റെ വെൽഫെയറിനൊക്കെ അദ്ദേഹം ഒരു നല്ല നേതൃത്വം നൽകിയിരുന്നു, വ്യക്തിയായിരുന്നു. പ്രയർ ഗ്രൂപ്പിൽ വളരെ മുതിർന്ന അംഗം. ശാരീരികമായ അസ്വസ്ഥതകൾ മൂലം വളരെ കാലം പ്രാർത്ഥന കൂട്ടങ്ങളിലൊക്കെ യോഗങ്ങളിലൊന്നും സംബന്ധിക്കാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും കാണുമ്പോൾ എപ്പോഴും പ്രസന്നവതനായിരുന്നു. എല്ലാവരും ആരോടും ഒരു വീഴ്ചയോ അങ്ങനെയുള്ള ഒരു പ്രതീകവും ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല. പ്രസന്നവനായിരുന്നു. ശനിയാഴ്ച കാണാൻ പോകാൻ കഴിയും. പ്രയാസങ്ങളിലെയും അതേ പ്രസന്നമായി ഒക്കെ എല്ലാവരും ഇടപെടുകയും തീർച്ചയായും ഈ ഇടവകയും പ്രയോഗത്തിനും അതൊരു സമൂഹത്തിൽ വളരെ ഒരു നഷ്ടമാകുന്ന ഈ അവസരത്തിൽ പ്രധാനമായിരിക്കുന്ന നിർമ്മാണങ്ങളും ഇടവാങ്ങുന്നതും എല്ലാവിധ അനുശോചനവും ആരോഗ്യനായപ്പോൾ പ്രയോഗത്തിന്റെ നാമത്തിൽ എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ അറിയിക്കുന്നു. അനേകം വാഹനങ്ങളോട് അല്ലെങ്കിൽ ഞാനോട് പറയുമായിരുന്നു. കൃത്യമായ വാഹനത്തിലേക്ക് ഇതാകുമ്പോഴും ഇതാ നമുക്ക് കാണിച്ചു തരുന്ന ആളുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജനത്തെ കേൾക്കുകയുണ്ടായിരുന്നു. യേശുവിനെ ചോദിക്കുന്നത്, നിങ്ങൾ എനിക്ക് പറയുന്ന ആരെ ഏതൊരു ഏത് തരത്തിലുള്ള ആയമാണ് ഞങ്ങൾ എനിക്ക് പറയുവാൻ പ്രാപ്തരായിട്ടുള്ളത്? ഒരു ദൈവാലയത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് അതിനെ അംഗങ്ങളുടെ കരുതുകൊണ്ടും അതിനോട് ഉപരിയായിട്ട് ദേവാലയം ഉണ്ടാകുവാൻ പറ്റുന്ന ഒരുമിച്ചോടെ ഒരുമിച്ച് വരുന്ന ഒരു തലമുറ, ആ തലമുറയിൽപ്പെട്ട ഒരു മുമ്പോട്ടുള്ള തലമുറകൾക്ക് നല്ല ദൈവോചിതമായി കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അത് മാതൃകയായി നിലനിർത്തുവാനും പറ്റുകൊണ്ട് നമുക്ക് കാണിച്ചു തന്ന് കടന്നു പോവുകയും സംബന്ധിച്ചിടത്തോളം ഞാൻ കീഴ്ത്തത് മനസ്സിലാക്കിയത് വെച്ച്
അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ തിരുപ്പൂരിൽ ആയിരുന്ന ഇടവകയായിരുന്ന സമയത്തുമൊക്കെ ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് അപ്പച്ചൻ്റെ സഹകരണങ്ങൾ അധികമായി നന്ദിയോടെ ഓർക്കുകയാണ്. അത് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ അപ്പച്ചൻ്റെ വേർപാടിലും കുടുംബാംഗങ്ങളോട് പ്രത്യേകിച്ച് രേഖപ്പെടുത്തുന്നു. ദൈവതമ്പുരാൻ അനുഗ്രഹീത വാസസ്ഥലങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയിലും നമുക്കും ഈ പിതാവ് കാണിച്ചു തന്ന മാതൃക വിളക്കായി മുമ്പിൽ യാതൊരു
പ്രിയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നതിനായിട്ട് വിഷൻ Praise the Lord. In everything give thanks, for this is the will of God in Christ Jesus concerning you. These 2 to 3 days, I would wish to thank everyone who have been with our family for their consideration to us. Especially I would like to thank Anu Bachchan, the moment I phoned and told her that this is the thing. Immediate action was going to unpay. He immediately phoned Anu Bachchan and immediately Anu Bachchan came over there and he told what all has to be done. So I thank the Aurachal, the God. I thank Aurachal who was going on the journey. He kept on telling what all to do and to maintain the peace that we needed at that hour. Would like to thank this congregation who has been with us throughout these days. They all came, visited us in our hospital, and Papa would see them and he would respond to them. So that was very good, and we are very thankful to all. And especially thankful to many who have also not in the position to come that they came forward. I would like to thank all of them. I would like to thank our Vidipur village. There are so many out there, all the villagers there, all the people there, they came over there. And I would like to thank especially Johnny Uncle and Anthony. They are all there, Papa's friends, childhood friends. At that moment they were all there. I would like to thank everyone. Brother Emmanuel Gulraj was there, his team was there praying. I would like to thank everyone, especially Sergeant, whether he couldn't come but he was weak, but then too he came. I would like to thank Ajay, our secretary, everybody else. And especially I would like to thank our Raju uncle, Dr. Saji and his family. They were, when he was busy, he came and in the night food was there. I would like to thank his family, I would like to thank our doctor. I would like to thank everyone. I don't know what to say. Thank you. അച്ഛൻ്റെ കുടുംബത്തെ നാട്ടിലുള്ള അനുശോചനം കൂടി ഈ സമയം രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഫാക്ടറിയിലുള്ള കോൺഗ്രിഗേഷൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്, അതും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ ഇന്നലെ ഫാക്ടറിക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മരണവാർത്ത അറിയുന്നത്. ആ സമയം തന്നെ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച അനേകം പേര് അനുവദിനെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞ് ഒത്തിരിച്ചെന്ന ബാക്കി ഇങ്ങനെയെല്ലാം ചെയ്തു. വൈകിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ജയിച്ചു പെട്ടെന്ന് ബസ് കയറി വന്നു. രാവിലെയാണ് അച്ഛൻ മടങ്ങിപ്പോയത്. അച്ഛന് നമ്മുടെ ഈ ക്രമീകരണങ്ങളൊക്കെ കൂടെ ഇരുന്നല്ലോ. അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കൃത്യമായിട്ട് ഈ ബോക്സിനൊക്കെ നിർമ്മിക്കുന്നതിൽ നമ്മുടെ ഇടവചനങ്ങളുടെ ഒരു വലിയ കൈത്താങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇത് നമ്മൾ ഈ സ്നേഹം കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. നമ്മുടെ ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുന്നു. മരണമില്ലാത്തവരുമായ നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെ അവന്റെ സന്താനങ്ങളെ പാപമരണത്തിൽ നിന്നാക്കി വീണ്ടെടുത്തു.
എന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാത്കാരം നടത്തും. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരീകരിക്കുകയും ചെയ്തു. കർത്താവേ, അനിഷ്ടതയുടെ ഈ ലോകത്ത് നിന്ന് മരണം മൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മഹത്വയും സന്തോഷങ്ങളുടെ വർദ്ധിക്കും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ ഉയരുന്നതുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം ചെയ്യുകയും ഓരോരുത്തരും അവരവരെ യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ എന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോട് ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവിനും പരിശുദ്ധവുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുവാനാകണമേ. ിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരും ജീവനുള്ളവരുടെയും തന്റെ Amen.
എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാൽ ജീവിക്കും, ജീവിച്ചതിൽ വിശ്വസിക്കുന്നവരാരും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ അവനോട്, പൂർണ്ണപിതാവേ, ലോകത്തിൽ പരിപാലിക്കുന്ന ദൈവമായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതോടുകൂടെ വാക്യമായി മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാവിന്റെയും സർവ്വജലത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായത്തിക്കുമല്ലാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നാലും ചെയ്തുണ്ടായ ഞങ്ങളുടെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മനുഷ്യാകുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ നിന്റെ എതിരേതിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പരിശുദ്ധവുമായി സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷമെടുക്കുന്ന നിന്റെ വിരുദ്ധത്തെ നിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുറിയനായസോ എന്ന് ചൊല്ലണം. ദേവാലയത്തെക്കുറിച്ചുള്ള ശുശ്രൂഷയുടെ പൂർണ്ണമാവുകയാണ്. ഇനി ആരെങ്കിലും പ്രിയ ദർശനം കാണുവാനുണ്ടെങ്കിൽ പ്രത്യേക സമയത്ത് വന്ന് കാണാവുന്നതൊക്കെ. അതിനുശേഷം പ്രിയ മക്കളും പ്രിയ ബന്ധുക്കളും അന്വേഷണം കൊടുക്കാനുള്ള സമയമാണ്. അതിനുശേഷം നമ്മുടെ സെക്രട്ടറിയിൽ വെച്ചുള്ള സർവീസ് നടത്തപ്പെടുന്നതാണ്. 10-ാം ബോർഡ് നമ്മുടെ സെക്രട്ടറിയിൽ വെച്ചാണ് നമ്മുടെ സെക്രട്ടറിയിലെ സർവീസ് നടത്തപ്പെടുന്നത്. എനിക്ക് ലൈനായിട്ട് വന്ന് ദയവായി നമ്മുടെ ഈ ശുശ്രൂഷയിൽ നമ്മളോടൊപ്പം തന്നെ നൽകിയ അനുഭവത്തിനുള്ള നന്ദിയും സ്നേഹവും എൻ്റെ നാമത്തിൽ ഈ സമയത്ത് അറിയിക്കുകയാണ്.
Gracias.